മുണ്ടക്കയിലെ ദുരന്തബാധിതരുടെ താൽക്കാലിക പുനരധിവാസത്തിനായി വാടക വീടുകൾ കണ്ടെത്താൻ മന്ത്രിസഭായോഗ തീരുമാനം. വീടുകൾ കണ്ടെത്താൻ തദ്ദേശ സ്ഥാപനങ്ങൾ മുൻകൈയെടുക്കും. വാടക വീടുകളുടെ ലഭ്യത കുറവാണെങ്കിൽ പ്രീഫാബ് വീടുകൾ ക്രമീകരിക്കാനും തീരുമാനമായി. സ്ഥിരം പുനരധിവാസത്തിനായും സ്ഥലം കണ്ടെത്തും. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് 661 കുടുംബങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിയുന്നത്. എന്നാൽ ഇതിൽ 150 മുതൽ 200 കുടുംബങ്ങൾ ദുരന്ത മേഖലയിൽ നിന്നുള്ളവരല്ല. മുൻകരുതൽ എന്ന നിലയിൽ ക്യാമ്പിലേക്ക് മാറിയ ഈ കുടുംബങ്ങളെ മാറ്റി നിർത്തിയാൽ 400 മുതൽ 450 വാടക വീടുകളെ സജ്ജീകരിക്കേണ്ടി വരുമെന്നാണ് മന്ത്രിസഭാ ഉപസമിതിയുടെ വിലയിരുത്തൽ. ഇത്രയും വീടുകൾ വയനാട് ജില്ലയിൽ ലഭ്യമാക്കാനാകുമോ എന്നാണ് പരിശോധിക്കുന്നത്. ക്വാർട്ടേഴ്സുകൾ, പാർപ്പിട സമുച്ചയങ്ങൾ എന്നിവയ്ക്കൊപ്പം ലൈസൻസ് ലഭിക്കാത്ത കെട്ടിടങ്ങളെയും താൽക്കാലിക പുനരധിവാസത്തിനായി പരിഗണിക്കുന്നുണ്ട്. എന്നിട്ടും ലക്ഷ്യം കാണുന്നില്ലെങ്കിൽ പ്രീഫാബ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള താൽക്കാലിക വീടുകൾ ഒരുക്കി നൽകും. 50 ദിവസം കൊണ്ട് സജ്ജമാക്കാവുന്ന പ്രീഫാബ് വീടുകൾ സ്ഥാപിക്കുന്നതാണ് പരിഗണനയിലുള്ളത്. സ്ഥിരം പുനരധിവാസം സംബന്ധിച്ച ഗൗരവതരമായ ചർച്ചകളിലേക്ക് കടന്നിട്ടില്ലെങ്കിലും ടൗൺഷിപ്പ് എന്ന ആശയമാണ് സർക്കാർ മുഖ്യമായും പരിഗണിക്കുന്നത്. ഇതിനായി സ്ഥലം കണ്ടെത്താൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. പുനരധിവാസത്തിന് സ്ഥലവും വീടും വാഗ്ദാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നവരുടെ പട്ടിക തയ്യാറാക്കും. വാഗ്ദാനം പാലിക്കാൻ കഴിയുന്നവരാണോ സഹായം പ്രഖ്യാപിച്ചവരെന്ന് ഉറപ്പാക്കും. പ്രഖ്യാപനം നടപ്പാക്കുന്നത് സംബന്ധിച്ച് അവരുമായി കരാറുണ്ടാക്കാനും ആലോചിക്കുന്നുണ്ട്. വായ്പയുടെ തിരിച്ചടവിന് ദുരന്തബാധിതർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളുമായി ചർച്ച നടത്താനും മന്ത്രിസഭ തീരുമാനിച്ചു. ഇത്തരം സമീപനം തുടർന്നാൽ കർശനമായ നടപടി സ്വീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ ആർ ശ്രീജിത്ത്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.